മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ രണ്ടാമത്തേതാണ് കൂർമാവതാരം. ഇതിന്റെ പിന്നിലുള്ള രഹസ്യം പ്രധാനമായും സമുദ്രമഥനവുമായും ധർമ്മസംസ്ഥാപനവുമായും ബന്ധപ്പെട്ടതാണ്. കൂർമാവതാരത്തിന്റെ ഐതിഹ്യം: ഒരിക്കൽ ദുർവാസാവ് മഹർഷി ഇന്ദ്രൻ സമ്മാനിച്ച പൂമാലയെ ഇന്ദ്രൻ അനാദരവോടെ കൈകാര്യം ചെയ്തു. ഇതിൽ കോപിച്ച് ദുർവാസാവ് മഹർഷി ദേവന്മാരെ ശപിച്ചു. ശാപഫലമായി ദേവന്മാർക്ക് അവരുടെ ശക്തിയും ഐശ്വര്യവും നഷ്ടപ്പെട്ടു. ഈ അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ പാലാഴി കടഞ്ഞ് അമൃത് നേടണമെന്ന് ദേവന്മാർക്ക് ഉപദേശം ലഭിച്ചു. എന്നാൽ ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ ദേവന്മാർക്ക് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ അവർ അസുരന്മാരുമായി സന്ധി ചെയ്ത് സമുദ്രമഥനം ആരംഭിച്ചു. മന്ദരപർവ്വതം കടക്കോലായും വാസുകി എന്ന നാഗരാജാവിനെ കയറായും ഉപയോഗിച്ച് ദേവന്മാരും അസുരന്മാരും പാലാഴി കടയാൻ തുടങ്ങി. എന്നാൽ കടയുന്നതിനിടെ മന്ദരപർവ്വതം ആധാരമില്ലാതെ സമുദ്രത്തിൽ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയി. ഇതുകണ്ട് നിസ്സഹായരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. അപ്പോൾ മഹാവിഷ്ണു ഒരു കൂർമ്മത്തിന്റെ ആമയുടെ രൂപമെടുത്ത് മന്ദരപർവ്വതത്തെ തന്റെ പുറത്ത് താങ്ങി സമുദ്രത്തിൽ നിന്ന് ഉയർത്തി നിർത്തി. അങ്ങനെ കൂർമ്മരൂപത്തിൽ മഹാവിഷ്ണു താങ്ങായി നിന്നതുകൊണ്ടാണ് സമുദ്രമഥനം വിജയകരമായി പൂർത്തിയാക്കാനും അമൃത് ലഭിക്കാനും സാധിച്ചത്.